ഇതാണ് കാർ ഓടിക്കുന്ന ലൈസൻസ് ആൻഡ് ഇതാണ് കപ്പൽ ഓടിക്കുന്ന ലൈസൻസ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നമുക്ക് ഈ പച്ച പാസ്പോർട്ട് പോലത്തെ ബുക്ക് മാത്രം മതിയോ എന്നുള്ളത്. അത് മാത്രം പോരാ, നമുക്കതിൻ്റെ ബ്ലൂ വേണം ആൻഡ് അതിൻ്റെ ബ്ലാക്കും വേണം. ഇത് മൂന്നും മതിയോ? വെൽ, പോരാ. അതിൻ്റെ കൂടെ നമുക്ക് ഇനി ഒരു ടൺ ഡോക്യുമെൻറ്റ്സ് വേറെയും വേണം. ഹലോ എവരിവൺ, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ മാർവൻ ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കപ്പൽ ഓടിക്കുന്ന ലൈസൻസും അതിൻ്റെ കൂടെ തന്നെയുള്ള മറ്റു ഡോക്യുമെൻസും കാണിച്ച് പരിചയപ്പെടുത്തി തരാം. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കപ്പലിൽ ജോലി ചെയ്യാൻ തന്നെ നമുക്ക് ഒരുപാട് ഡോക്യുമെൻസിൻ്റെ ആവശ്യമുണ്ട്. അതിൻ്റെ പുറമെ നിങ്ങളൊരു നാവിഗേറ്റിംഗ് ഓഫീസർ ആണെന്നുണ്ടെങ്കിൽ, അതായത് കപ്പൽ ഓടിക്കുന്ന ഓഫീസർ ആണെന്നുണ്ടെങ്കിൽ അതിനും ഒരുപാട് മറ്റു ഡോക്യുമെൻറ്റ്സ് ആവശ്യമുണ്ട്. അത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് കാണിച്ചു തരാം. സോ ആദ്യം തന്നെ നമുക്ക് ഷിപ്പിൽ വർക്ക് ചെയ്യാൻ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടതെന്ന് നോക്കാം. സോ ഷിപ്പിൽ വർക്ക് ചെയ്യാൻ നമുക്ക് ആദ്യം വേണ്ട ഡോക്യുമെന്റ് പാസ്പോർട്ടാണ്. അടുത്തതായി വേണ്ട ഡോക്യുമെന്റ് സെൻട്രൽ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന CDC എന്ന് പറയുന്ന ഡോക്യുമെന്റ് ആണ്. CDC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ്. അടുത്തത് സെൻട്രൽ ഗവൺമെന്റ് തന്നെ ഇഷ്യൂ ചെയ്യുന്ന SID എന്ന് പറയുന്ന ഡോക്യുമെന്റ് ആണ്. SID എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീഫെയറർ ഐഡന്റിഫിക്കേഷൻ ഡോക്യുമെന്റ്. അടുത്തത് സെൻട്രൽ ഗവൺമെന്റ് തന്നെ ഇഷ്യൂ ചെയ്യുന്ന യെല്ലോ ഫീവർ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. ഇപ്പോൾ കറന്റ്ലി നമ്മൾ ഇതിന്റെ കൂടെ തന്നെ കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റും കൂടി ക്യാരി ചെയ്യേണ്ടതുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് STCW സർട്ടിഫിക്കറ്റ്സ് ആണ്. ഇത് ഒരുപാട് സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ഷിപ്പ് ജോയിൻ ചെയ്യുമ്പോൾ ഇത് എപ്പോഴും വാലിഡ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. കാരണം ഇതിനൊക്കെ എക്സ്പയറി ഡേറ്റ്സ് ഉണ്ട്. എക്സ്പയർ ആയിട്ടുണ്ടെങ്കിൽ അത് റിഫ്രഷ് ചെയ്ത് പിന്നെയും പുതിയ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതായിട്ടുണ്ട്. അടുത്തത് നമ്മൾ ഏത് രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത ഷിപ്പിലാണോ പോകുന്നത് ആ രാജ്യത്തിന്റെ എൻഡോസ്മെന്റ് സർട്ടിഫിക്കറ്റുകൾ നമുക്ക് വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ്. അത് നമ്മൾ കമ്പനി അപ്രൂവ്ഡ് ഡോക്ടറുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങണം. അതുപോലെ തന്നെ DG അപ്രൂവ്ഡ് ഡോക്ടറും കൂടി ആയിരിക്കണം. പിന്നെ കമ്പനിയും നമ്മൾ ഒരുമിച്ച് സൈൻ ചെയ്ത എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് വേണം. സോ ഇതുവരെ ഞാൻ പറഞ്ഞിട്ടുള്ളത് കപ്പലിൽ ജോലി ചെയ്യാൻ എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് വേണം എന്നുള്ളതാണ്. ഇനി കപ്പലിൽ ഓടിക്കാൻ എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഫസ്റ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് COC എന്ന് പറയുന്ന ഈ ഡോക്യുമെന്റ് ആണ്. COC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഓഫ് കോമ്പിറ്റൻസി. നമ്മളുടെ 3 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന കോളേജ് കഴിഞ്ഞ് അത് കഴിഞ്ഞ് കേഡറ്റ്ഷിപ്പ് 12 മാസത്തോളമുള്ള കേഡറ്റ്ഷിപ്പും കഴിഞ്ഞ് തിരിച്ചു വന്ന് കോഴ്സസും എക്സാംസും ചെയ്ത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള റിട്ടേൺ എക്സാംസും ചെയ്ത് അത് പാസ്സായി അതിനുശേഷം ഇൻ്റർവ്യൂ ഓറൽസ് നടത്തിയിട്ട് അതും പാസ്സായാൽ മാത്രമാണ് നമ്മളുടെ സെൻട്രൽ ഗവൺമെൻറ് ഈ സാധനം തരുള്ളൂ. ആൻഡ് ഈ സാധനം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചധികം ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ആൻഡ് ഒഫീഷ്യലി നിങ്ങൾക്ക് ഇത് കയ്യിൽ കിട്ടിയാൽ അതിനർത്ഥം നിങ്ങൾക്ക് ഇനി ഇന്റർനാഷണലി സെയിൽ ചെയ്യുന്ന ഷിപ്സ് ഓടിക്കാൻ വേണ്ടി പറ്റും. ആൻഡ് ഇതിൻ്റെ കൂടെ തന്നെ ഇനി കുറച്ച് ഡോക്യുമെൻസും കൂടി വേണം. അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. പിന്നെ വേണ്ടത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ഇഷ്യൂ ചെയ്യുന്ന GMDSS റേഡിയോ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ലൈസൻസ് ആണ്. നമ്മുടെ ഷിപ്പിൽ GMDSS കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, റേഡിയോസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ലൈസൻസ് ആണ് ഈ GMDSS ജനറൽ ഓപ്പറേറ്റേഴ്സ് സർട്ടിഫിക്കറ്റ്. ആൻഡ് ഈ കാണുന്ന ലൈസൻസ് കിട്ടാനുള്ള എക്സാമും കുറച്ച് ടഫാണ്. ആൻഡ് ഈ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിങ്ങിലേക്ക് ഈ ലൈസൻസ് വെച്ചിട്ട് ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് കോമ്പിറ്റൻസിക്ക് വേണ്ടി വീണ്ടും അപ്ലൈ ചെയ്യണം. ആൻഡ് അതാണ് ഈ സർട്ടിഫിക്കറ്റ്. പിന്നെ നമ്മൾ പോകുന്ന ഷിപ്പിലെ സ്പെസിഫിക് ആയിട്ടുള്ള എക്യുപ്മെൻസിൻ്റെ ട്രെയിനിങ് ആൻഡ് കോമ്പിറ്റൻസി സർട്ടിഫിക്കറ്റും കൂടി വേണം. സോ ഇത്രയും ഡോക്യുമെൻസും ലൈസൻസും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കപ്പൽ ഓടിക്കാം. ഇനി നിങ്ങളൊരു സീഫെയറർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഡോക്യുമെൻറ്റ്സ് ഞാൻ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാം. സോ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ മാർവൻ സൈനിങ് ഓഫ്.